Good afternoon, all. Good afternoon, Rita. Good afternoon, ma'am. Good afternoon. Christmas ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അടിച്ചു വിളിച്ചോ. നമ്മള് നമ്മുടെ പോർഷനിലേക്ക് വരാം കേട്ടോ. ലാസ്റ്റ് നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തോണ്ടിരുന്ന ഓർമ്മയുണ്ടോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അല്ലേ? അല്ലേ? ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ അവിടേക്ക് എടുത്തുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ എടുത്തോ? മിസ്സേ, ആ ക്ലാസ്സിൽ എനിക്ക് പകുതി കേറാൻ പറ്റിയിട്ടുള്ളൂ. ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയോന്ന് അറിയില്ല. സൈക്കിക് ഫ്യൂഗ് മുതൽ വരോ? നോക്കട്ടെ കേട്ടോ, ഞാൻ എഴുതിയിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ മുതൽ നോക്കാം കേട്ടോ. അപ്പോ ഒരു കുട്ടി, ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് നമ്മുടെ ക്ലാസ്സിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാടായിരിക്കും അവരെ നോർമൽ ആ ലൈനിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത്. നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യും. നമ്മൾ അവർക്ക് മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. അത് ആ കുട്ടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവന് സെൽഫ് കൺട്രോൾ കിട്ടും. അവന്റെ ഐ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആവണം അല്ലെ? നമ്മൾ മെറ്റീരിയൽസ് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതെങ്ങനെ അത് അറേഞ്ച് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു നല്ല ധാരണ കിട്ടും. ദെൻ ഐ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആവും, അവരുടെ മൂവ്മെന്റ്സിൽ അവർക്ക് കൺട്രോൾ കിട്ടും. ദെൻ അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിലേക്ക് അവന്റെ ഫുൾ കോൺസെൻട്രേഷനും അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പതിയെ പതിയെ അവന് മുമ്പ് ഉണ്ടായിരുന്ന നെഗറ്റീവ് ത്രെഡ്സുകൾ, പണ്ട് നമ്മള് മുമ്പുണ്ടായിരുന്ന ഡീവിയേഷൻസും കാര്യങ്ങളും പതിയെ അത് ഡിസപ്പിയർ ആവും. പിന്നെ അവൻ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ആവാൻ തുടങ്ങും. ദെൻ ആ കുട്ടിക്ക് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ് വരും. അവന് സെൽഫ് കൺട്രോളും നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് മാറും. അവരെ ബാക്കിയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ് ടു അവരുടെ ഫ്രണ്ട്സിനെ തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യും. ദെൻ അവർ നല്ലൊരു ഹാർമണിയോട് കൂടി, നല്ല ഐക്യത്തോടു കൂടി അവർക്ക് ആ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. ഇതിൽ ന്യൂ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്നാണ് പറയുന്നത് അല്ലെ? അത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അങ്ങനെ അവരിൽ വരുന്ന മാറ്റങ്ങൾ, അപ്പൊ ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയും? നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. ഇങ്ങനെ ആ വർക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സിലൂടെ ഈ കുട്ടികളിൽ വരുന്ന മാറ്റത്തെ നമ്മൾ എന്ത് പറയും? നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയും. ഇതില് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ക്ലാസസ് ഓഫ് ഡീവിയേഷൻ പഠിച്ചു. ഇതില് നമ്മളിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ആദ്യം പറയുന്നത് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പറയില്ലേ, മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് എന്നൊക്കെ പറയും അല്ലെ? ഈ ഒരു അവസ്ഥയാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. അവര് സ്വന്തമായിട്ട് ഒരു ഫാന്റസി വേൾഡ്, അവരുടെ മൈൻഡില് ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അവര് ആ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ, അവർക്ക് റിയൽ വേൾഡിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കാണുമ്പോൾ അവര് എവിടേക്ക് പോകും? ഫാന്റസി വേൾഡിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അവർ സ്വപ്ന ലോകത്തായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവർ നമ്മളിപ്പോ വിചാരിക്കും വെറുതെ ഇരിക്കുകയാണെന്ന്, പക്ഷെ അവരങ്ങനെ വെറുതെ ഇരിക്കാനില്ല. അവരുടെ മൈൻഡിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോ അവർക്ക് റിയൽ വേൾഡിൽ കിട്ടാത്ത സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ ഫാന്റസി വേൾഡിൽ കിട്ടുന്നത് പോലെ അവരത് ക്രിയേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സൈക്കിക് ഫ്യൂഗ് സാധാരണ കുട്ടികളിൽ കാണാറുണ്ട്. അവര് എന്താണ് സ്വപ്ന ലോകത്തേക്കൊക്കെ നോർമലായിട്ട് പോകും. സാധാരണ എല്ലാവരും, ഇപ്പൊ നമ്മളായാലും സ്വപ്ന ലോകം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടാറൊക്കെ ഉണ്ട് അല്ലെ? ഓരോ കാര്യങ്ങളും തിങ്ക് ചെയ്യാറില്ലേ? ഒരുപാട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ എക്സ്ക്യൂസ് മീ, ഇപ്പൊ തുടങ്ങിയല്ലോ.
പറഞ്ഞോടാ. ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ ഇത്തിരി വൈകി. കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നാടോ? ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. സെവൻ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ അതിൽ തുടങ്ങണം. ഓക്കെ, നമ്മൾ കറക്റ്റ്. അപ്പൊ സൈക്ലിക് ഫ്യൂഗ് പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ പറയുന്ന ആദ്യത്തെ ഡീവിയേഷൻ ഏതായിരുന്നു? സൈക്ലിക് ഫ്യൂഗ് ആണ്. ഞാൻ പറഞ്ഞത് ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഈ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഒരു കൂടുതൽ ടൈം ഒരു സ്വപ്ന ലോകത്തായിരിക്കും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഫ്യൂഗ് എന്ന് പറയുന്നത് റൺ എവേ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഫ്യൂഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് ഓഫ് മൈൻഡ് ആണ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കും സംഭവിക്കാറുള്ളതാണ് അല്ലെ? നമ്മളെല്ലാവരും സ്വപ്ന ലോകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കല്ലേ. നമ്മൾ ചിലപ്പോ വെറുതെ കടന്നിങ്ങനെ സ്വപ്നം കാണും. പണ്ട് ഒരുപാട് സമയമൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോ നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലെ? ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കേട്ടു. അത് നോർമലാണ്. പക്ഷെ അത് എപ്പോഴാണ് ഡീവിയേഷൻ ആകുന്നത് അറിയാവോ? നമുക്ക് ആ ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ വരൂലേ, അപ്പോഴാണ് അതൊരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത്. സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇമാജിനേറ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആവുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. അതെപ്പോഴാണ് ഒരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത്? ആ കുട്ടിക്ക് ഫാന്റസി വേൾഡും റിയൽ വേൾഡും തമ്മിൽ ഡിഫറൻസ് പറയാനായിട്ട് പറ്റുന്നില്ല. നമ്മളോടായാലും എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റാതെ വരുമ്പോൾ ദാറ്റ്സ് ഡീവിയേഷൻ. അതൊരു ഡീവിയേഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവൻ പറയും, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, എനിക്ക് ഇന്നത് കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം. നമ്മൾ അന്വേഷിച്ചു പിടിക്കുമ്പോൾ അങ്ങനെ ഒരാളെ ഉണ്ടാവില്ല. അവന്റെ ഇമാജിനേറ്റീവ് ലോകത്ത് ആയിരിക്കും ആ ഒരു ക്യാരക്ടർ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ എന്റെ റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ അറിയില്ല, ഒരു കുട്ടി ഇപ്പോ എന്താണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അവൻ പറയും കുഞ്ഞൂട്ടൻ. അവൻ പറയുന്ന ഡയലോഗ് കുഞ്ഞൂട്ടന്റെ ഒപ്പം കളിക്കണം, കുഞ്ഞൂട്ടന്റെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ഒരു വേർഡ് എപ്പോഴും ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അനിയനായിരിക്കും, ചെറിയ കുട്ടിയായതുകൊണ്ട് അവന്റെ അനിയനായിരിക്കും കുഞ്ഞൂട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ച് വന്നപ്പോ അമ്മനോട് ഞാൻ സംസാരിക്കാനായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോ അവന് കുഞ്ഞൂട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് അവന്റെ ടോയാണ്. അവന് കൂടുതൽ ടൈമും ആ ടോയുടെ ഒപ്പമാണ്. ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാല് വർക്ക് അധികം ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അധികം വർക്ക് കൊടുക്കില്ല. കൂടുതൽ ടൈമും ഈ ടോയ്സിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് മനസ്സിലായി അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. നമ്മളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ അടുത്തുള്ള സമയത്ത് വർക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല, വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ള വർക്ക് കൂടി നമ്മൾ കൂടുതലായിട്ട് വർക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. എന്ന് വെച്ചാല് അവർ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയരുത്. ഇപ്പൊ ഹോംവർക്ക് കൂടുതലും കൊടുക്കാം. കൂടുതലായിട്ട് വീട്ടിൽ ചെന്നിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും എന്തെങ്കിലും ആക്ടിവിറ്റീസും അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് സജസ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ഒക്കെ ചെയ്യാം. അവരത് ചെയ്തിട്ട് വരട്ടെ. കൂടുതൽ സമയം അവർ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ഈ ഒരു എന്താ പറയുക ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കാം. എനിക്ക് മെയിൻ ആയിട്ട് ഈ കുട്ടിക്ക് ഡീവിയേഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ടോയാണ് ഈ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത്. അച്ഛനാണ് അവന് പേര് ഇട്ട് കൊടുത്തത്. ടോയ്ക്ക് പേരിട്ട് കൊടുത്തതും കുഞ്ഞൂട്ടെന്ന് അച്ഛനായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അച്ഛൻ ഗൾഫിലാണ്. അച്ഛന് മിസ് ചെയ്യുന്നുണ്ട്, ആൾക്ക് ഭയങ്കരമായിട്ട് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മയും കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ കൂടുതൽ ടൈമും അവൻ അച്ഛനെ മിസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡീവിയേഷൻ സംഭവിച്ചത്. അവന് ആ കെയറും ഇഷ്ടവും സ്നേഹവും ഒക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡീവിയേഷൻ അവനിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് മനസ്സ്
നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ ചിന്തകളിലായിരിക്കും കൂടുതലായിട്ട് ആ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും കൂടുതൽ ടൈം അവൻ സ്പെൻഡ് ചെയ്യുന്നത്. അവൻ റിയൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും വേണ്ട അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തടസ്സം കാണുമ്പോൾ അവൻ ഈ റിയൽ വേൾഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഫാന്റസി വേൾഡിലായിരിക്കും. അവന് കൂടുതൽ പ്രിഫറബിൾ, റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ ഏതായിരിക്കും? ഈ ഫാന്റസി വേൾഡിലായിരിക്കും. അവന് ടൈം സ്പെൻഡ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിലും കുറച്ചും കൂടി പ്രിഫറബിൾ ഏതായിരിക്കും? ഫാന്റസി വേൾഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാളൊന്ന് സൈക്കിക് ഫ്യൂഗ് വായിക്കോ? സുബിത? Yes, ma'am. ഓക്കെ, ജിസ്ന വായിച്ചോടാം. Psychic fugue. Fugue comes from the Italian word for runway, a flight of the mind. When the child's mind sees hindrance, the child will take refuge in the fantasy world, a world that he finds more preferable than the real environment. 2 points to know if this is a deviation. If the child cannot tell the difference between fantasy and reality. If the child uses the world of fantasy as a means of escape instead of a game. To resolve this, the teachers will center on the what to do at home. The teachers may recommend activities that the child could do at home. ഓക്കെ, അപ്പോ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. അവർക്ക് റിയൽ വേൾഡിനേക്കാളും കൂടുതൽ അവർക്ക് പ്രിഫറബിൾ ഏതായിരിക്കും? ഈ ഫാന്റസി വേൾഡ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർ ഈ റിയൽ കാര്യം അത് ചെയ്യാതെ അവരെന്ത് ചെയ്യും? ഈ ഫാന്റസി വേൾഡിലേക്ക് അല്ലെങ്കിൽ ഫാന്റസി വേൾഡിലെ ടേംസും കാര്യങ്ങളായിരിക്കും അതിൽ പകരം യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് എപ്പോഴാണ് ഡീവിയേഷൻ ആകുന്നത് വെച്ചാൽ കുട്ടിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത് റിയാലിറ്റി ആണ് ഇന്നത് ഫാന്റസി ആണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴാണ് ഇതൊരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഒരു ഡീവിയേഷൻ നമ്മുടെ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് സജസ്റ്റ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം. കുറച്ച് ഹോംവർക്കും കാര്യങ്ങളും കൊടുക്കാം. വീട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഹോംവർക്കുകൾ കേട്ടോ, വീട്ടിൽ പോയിട്ട് ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ സൈക്കിക് ഫ്യൂഗ് തന്നെ പോലെ തന്നെ ഒരു ഡീവിയേഷൻ ആണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. സൈക്കിക് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സം അവൻ റിയൽ വേൾഡ് ആയിട്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വഴക്ക് പറയുമ്പോഴോ ശകാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവന് റിയൽ വേൾഡിൽ എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളോ കിട്ടുമ്പോൾ എന്തെങ്കിലും തടസ്സം അവൻ നേരിടുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. ഈ ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യും. അവൻ ഈ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും അവന് ഇഷ്ടം. നമ്മൾ വിചാരിക്കായിരിക്കും അവൻ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന്, പക്ഷെ അല്ലെങ്കിൽ അവൻ വെറുതെ അനങ്ങാതിരിക്കാന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മേ ബി അവനത് എന്ത് ചെയ്തോണ്ടിരിക്കുക? അവൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അവൻ നമ്മുടെ റിയൽ വേൾഡിലായിരിക്കില്ല, അവന്റേതായ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വേൾഡിലായിരിക്കും അവൻ കൂടുതൽ ടൈമും. സോ ഇങ്ങനെയുള്ള ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. കാരണം ഒരാളുടെ മനസ്സ് അല്ലെങ്കിൽ ഒരാളുടെ മൈൻഡാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, പക്ഷെ മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. കറക്റ്റ് ടൈമിൽ നമ്മളിത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റീനെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവൻ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ സൈക്കിക് ബാരിയർ ആണ്. ഇതൊരു ബാരിയർ എന്ന് പറയുമ്പോൾ അറിയാലോ, തടസ്സം. ഒരു ബാരിയർ, ഒരു മതില് പോലെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു മതില് ക്രിയേറ്റ് ചെയ്യാണ്. അവന്റെ റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിലൊരു തടസ്സം ക്രിയേറ്റ് ചെയ്തിട്ട് അവന് ചിലപ്പോ അവനെ റിയൽ വേൾഡിൽ അവൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അത് അവന് ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യുന്നത് ഇഷ്ടാവുന്നുണ്ടാവില്ല. അവന് ചിലപ്പോൾ സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവന്റെ അഭിപ്രായങ്ങൾക്ക് പരിഗണന കിട്ടാത്തതുകൊണ്ടായിരിക്കും അവൻ ഏത് പ്രിഫർ ചെയ്യുന്നത്? അവന്റെ ഫാന്റസി വേൾഡ് പ്രിഫർ ചെയ്യുന്നത്. സോ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സൈക്കിക് ബാരിയർ ആരെങ്കിലും ഒരാൾ വായിക്കോ? Psychic barrier. This is when a child erects a barrier between him and the world. The child feels so disappointed in the way he has been treated. The child goes from a fantasy
world to the rejection of the real world and places obstacles against his environment. If he does not get help at the right time, his personality may be retarded. കഴിഞ്ഞു മിസ്സേ. ഓക്കെ. അപ്പോ നമ്മൾ നോക്കിയ 2 ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഏകദേശം സിമിലർ ആണ്. ഒന്ന് സൈക്കിക് ഫ്യൂഗും ഒന്ന് സൈക്കിക് ബാരിയറും. സൈക്കിക് ഫ്യൂഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇത് തന്നെയാണ്, അവന് ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. റിയൽ വേൾഡിനേക്കാളും കൂടുതൽ അവൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഫാന്റസി വേൾഡിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് ഡീവിയേഷൻ ആവുന്നത് എപ്പോഴാണ്, അവനെ ഫാന്റസി വേൾഡും റിയൽ വേൾഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് ഡീവിയേഷൻ ആകുന്നത്. ഇങ്ങനെ ഒരു ഡീവിയേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടുതലായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അവരെ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുക, അവര് ചെയ്യുന്ന വർക്കും കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മള് സാധാരണ നോർമലൈസ്ഡ് ചൈൽഡിനേക്കാളും കൂടുതൽ എഫേർട്ട് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന കാര്യത്തിലായാലും അവരെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതായിട്ട് വരും. കുറച്ച് ക്ഷമയോടുകൂടി അവരെ ഹാൻഡിൽ ചെയ്യാം. ഈ സൈക്കിക് ബാരിയർ ഇതേപോലെ തന്നെ ഒരു ഡീവിയേഷൻ ആണ്. അവന് റിയൽ വേൾഡിൽ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും അവന് റിജക്ഷനോ ഡിസപ്പോയിന്റ്മെന്റോ സംഭവിക്കുമ്പോൾ അവന്റെ റിയൽ വേൾഡ് ആയിട്ട് ഒരു ബാരിയർ, ഒരു മറ അല്ലെങ്കിൽ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കും. എന്നിട്ട് അവന് റിയൽ വേൾഡിൽ എപ്പോഴൊക്കെ ഇതേപോലെ തടസ്സങ്ങളോ ഡിസപ്പോയിന്റ്മെന്റോ റിജക്ഷനോ കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും, എസ്കേപ്പ് ടു ഫാന്റസി വേൾഡ്, അവന്റേതായ ആ ഒരു വേൾഡിലേക്ക് അവൻ എസ്കേപ്പ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത്. സൈക്കിക് ഫ്യൂഗ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഫാന്റസി വേൾഡും റിയാലിറ്റിയും തമ്മിൽ കുട്ടികൾക്ക് തന്നെ വ്യത്യാസം പറയാതെ വരുമ്പോൾ സൈക്കിക് ഫ്യൂഗ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സൈക്കിക് ബാരിയർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ സൈക്കിക് ബാരിയർ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ, നോട്ട് ഗെറ്റ് ദ ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താവും, റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മന്ദഗതിയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ 2 ബാരിയേഴ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ എല്ലാവരും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഒരു ബാരിയർ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബാരിയർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ കുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്ത് പാരന്റ്സ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വളർത്തും. അറ്റാച്ച്മെന്റ് അഫെക്ഷൻ അല്ല കേട്ടോ, അഫെക്ഷനേറ്റ് ആയിട്ടല്ല, വാത്സല്യത്തോടെ വളർത്തുക എന്നല്ല. അറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യത്തിനും നമ്മളില്ലാതെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കും ചില പാരന്റ്സ്, എല്ലാവരും അല്ല കേട്ടോ. ഇന്നത്തെ പാരന്റ്സിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇന്ന് നമ്മളുടെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള ഡിഫറൻസിലല്ല കുട്ടികളെ വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും വർക്കിംഗ് വുമൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളോടുകൂടി ഷെയർ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ പണ്ട് കുറെ നാൾ മുമ്പ് വരെയൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ആ ഒരു ഏജിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ അറ്റാച്ച്മെന്റ് അവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ അമ്മമാരായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടത്? അവരെ ചെറുപ്പത്തിലേ വളർത്തുന്ന രീതിയിലാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് സ്വയം കുടിക്കാൻ പോലും അറിയാത്ത രീതിയിലായിരിക്കും ഈ അമ്മമാർ എന്ത് ചെയ്യുന്നത്, മക്കളെ വളർത്തുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് കൂടി വരുന്നതിനനുസരിച്ച്
ഈ കുട്ടികളിൽ അതൊരു ഡീവിയേഷൻ ആയിട്ടാണ് മാറുന്നത്. അറ്റാച്ച്മെന്റ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുകയാണ്. ശരിക്കും ഇത് എപ്പോഴാണ് പ്രശ്നമാവുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പൊ ചെറുപ്പത്തിലേക്ക് എല്ലാ കാര്യവും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എല്ലാ കാര്യവും അമ്മ ചെയ്തു കൊടുത്ത് നല്ല കെയറോട് കൂടി മക്കള് വളർത്തിക്കൊണ്ട് വരും. കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ എവിടെ പോകുമ്പോഴും അമ്മളുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തം പേഴ്സണാലിറ്റി ആയിരിക്കില്ല നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അമ്മയുടെ എന്താ പറയാ വളരെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി വളരെയധികം ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, ഈ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഏതൊരു ചെറിയ കാര്യത്തിനായാൽ പോലും അവന് എന്താണ് അറ്റൻഷന് വേണ്ടി കോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിലായിരിക്കും. അത് വലുതായി വരുമ്പോ പ്രശ്നമാവുന്നത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ വരാന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കേസാണ്. അവന്റെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് ഒരു മെമ്പർ എന്ത് ചെയ്യാണ് വരാണ്, വിവാഹം കഴിച്ചിട്ട് ഒരു പെൺകുട്ടീനെ കൊണ്ടുപോകും. അവൻ അമ്മനോട് പറഞ്ഞിരുന്ന അതേ ഡിമാൻഡ്സ് കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ പെൺകുട്ടീനോട് പറയും. അവന് എന്താ വേണം, ചായ വേണം, ഇന്നത് വേണം, ഇന്ന കാര്യം വേണം എന്നൊക്കെ ലിസ്റ്റ് അവൻ പറയും. പക്ഷെ ചിലപ്പോ ആ പെൺകുട്ടി കുറച്ചും കൂടി എന്താ പറയാ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവൾ അവളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഇത്രയും നാള് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ അവൻ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ, അറ്റൻഷന് വേണ്ടി കോൾ ചെയ്യുമ്പോൾ അവർക്ക് അതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യും, അല്ലേ? അപ്പോ നമ്മള് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, അമ്മയും കുട്ടിയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അല്ല, അല്ലെങ്കിൽ അഫെക്ഷൻ അല്ല ഞാൻ ഈ പറയുന്നത്. ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും അമ്മേനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം, അത് എന്താണ് ഡീവിയേഷൻ തന്നെയാണ്. അപ്പോ നമ്മൾ കുട്ടികൾക്ക് ആരെങ്കിലും നമ്മളിങ്ങനെ ഫുൾ എല്ലാ കാര്യത്തിനും അവരെ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ട ടൈമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ചെറിയ ചെറിയ ടാസ്കാണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും വലിയ ടാസ്ക് ഒന്നും ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിച്ച് അവരിലുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് എന്നല്ല, അവരെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്താണ് വേണ്ടത്. ശരിക്കും ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഡീവിയേഷൻ വരാനായിട്ട് മെയിൻ കാരണം എന്താണ്? അമ്മമാരുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ അച്ഛനാണെങ്കിൽ അത്രയും അറ്റാച്ച്മെന്റിന്റെ പ്രശ്നം ഉണ്ടാവാറില്ല. ഈ അമ്മമാരാണ് ഈ കുട്ടികളിൽ ഓവറായിട്ട് അവരെ ഒരു കാര്യം സ്വയമേ ചെയ്യിക്കാനായിട്ട് അലൗ ചെയ്യില്ല. ഏതൊരു കാര്യത്തിലും ഓവർ ഷാഡോ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും അമ്മയുടെ കൺട്രോള് അല്ലെങ്കിൽ അമ്മയുടെ ഒബ്സർവേഷനും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അവരെ എന്താണ് നമ്മളിലേക്ക് അടുപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടു പോവാണ്. ആ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് മാറാണ്. ഒരു ചെറിയ കാര്യം പോലും അവർക്ക് സ്വയമേ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ വരും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ഡീവിയേഷൻ തന്നെയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓവർ അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരോ? ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളോടുള്ള അഫെക്ഷനോ സ്നേഹമോ ലവോ കെയറോ ഒന്നുമല്ല, ഇത് ഓവർ അറ്റാച്ച്മെന്റിന്റെ കാര്യമാണ്. ആണോ? 10 മാസം ഇല്ലാന്ന് അവരോട് പറയണം ആദ്യം തന്നെ. അത് തന്നെ തെറ്റിദ്ധാരണയല്ലേ? നമ്മൾ 9 മാസവും 9 ദിവസവും 9 എന്താ പറയാ അവേഴ്സും അങ്ങനെയാണ് കാൽക്കുലേഷൻ. പണ്ടത്തെ 10 മാസത്തെ കണക്ക് പറയുമ്പോൾ ഇതൊന്ന് തിരുത്തി കൊടുത്തേക്ക്. നമ്മള് പിന്നെ എന്താ പറയാ, ഇപ്പൊ എന്റെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും ഭയങ്കര അറ്റാച്ച്മെന്റ്. കാരണം അവിടെ ഫാമിലിയില് അച്ഛൻ, ഹസ്ബൻഡ്, അനിയൻ, പിന്നെ അമ്മ, എല്ലാ കാര്യങ്ങളും അമ്മയാ ചെയ്തു കൊടുക്കുന്നത്. ഒരു കാര്യം പോലും ഹസ്ബൻഡിനെ കൊണ്ടോ അനിയനെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ ചെയ്യിക്കില്ലായിരുന്നു. എല്ലാ കാര്യം എന്താണ് അമ്മ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഭയങ്കര അത്യാവശ്യം നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഭയങ്കരമായിട്ട് എന്താണ് ഡിപ്പെൻഡന്റ് ആണ്. അമ്മ ഇല്ലെങ്കിൽ, ഇപ്പൊ അമ്മ ഒരു ദിവസം ഇല്ലെങ്കിൽ അവരിപ്പോ ഫുഡൊന്നും വയ്ക്കില്ല, അവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ആദ്യം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ വളർന്നു വരുന്നത് വെച്ചാല് ഞാൻ
അമ്മ, അനിയത്തി, പിന്നെ അച്ഛൻ. ഞാൻ 4 പേരും അച്ഛനും അമ്മയും വർക്കിംഗാണ്. ഞാനും അനിയത്തിയും പഠിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ വെച്ചാല് അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോകും, അച്ഛനും രാവിലെ പോകും. ഇവർ രണ്ടുപേരെയും കാണുന്നത് വൈകുന്നേരമാണ്. അമ്മ വരുമ്പോ ഒരു 5 മണിയാവും, അച്ഛൻ വരും 5-5:30 കഴിയും. അച്ഛൻ വരുന്ന സമയം എന്ന് പറഞ്ഞാല് 7 മണിയൊക്കെ ആവും വൈകുന്നേരം. പിന്നെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ. അതേപോലെ അച്ഛന്റെ പ്രത്യേകതയുണ്ട്. അച്ഛന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ സ്വയമേയാണ് ചെയ്തിരുന്നത്. പണ്ടും അച്ഛൻ ദൂരെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പൂനെയിലായിരുന്നു. അപ്പൊ അച്ഛൻ അവിടെ ജീവിച്ചിരുന്ന കാലത്ത് വെച്ചാൽ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും, പക്ഷെ ഫുഡ് കഴിക്കുന്നതായാലും ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കാര്യമായാലും അപ്പൊ എന്ത് കാര്യത്തിനും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അച്ഛന്റെ വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അച്ഛൻ തന്നെ ചെയ്യും. അത് അച്ഛന്റെ ഒരു പഞ്ച്വാലിറ്റി, അച്ഛൻ്റെതായ ഒരു രീതിയാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആളിപ്പോ ഒരുപാട് ഏജ്ഡ് ഒക്കെ ആയി, എന്നാലും അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഇന്നും അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ വളർന്നു വന്ന സാഹചര്യം ഇവിടുത്തെ സാഹചര്യം തമ്മിൽ എന്താണ് ഡിഫറെന്റ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോലും അമ്മ എടുത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ വെള്ളം കുടിക്കുകയുള്ളൂ. ഒരു വർക്കും ചെയ്യില്ല, ആരും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല. അപ്പോ ആദ്യമൊക്കെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ ഓക്കെ, അത് ഇവിടത്തെ ഒരു സാഹചര്യമാണ്, നമ്മളായിട്ട് എന്തിനാ പ്രശ്നമാക്കണേ എന്ന് വിചാരിച്ചു. ഞാൻ നോർമലി ആ ഒരു രീതിക്ക് തന്നെ പോയി. പക്ഷെ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറയും, കണ്ടോ ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തുന്നത്, നമ്മൾ ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. എനിക്കൊരു മോനുണ്ടെങ്കിൽ ഞാൻ അവനെ ചെറുപ്പം മുതലേ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചുമ്മാ, നമ്മൾ മോണ്ടിസോറിയും റിലേറ്റഡ് ആയിട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും. അപ്പൊ ആദ്യമൊക്കെ മാഷിന് ഇത്തിരി ഡിഫിക്കൽട്ട്, ഹസ്ബൻഡിന് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പറയുന്ന അനുസരിച്ച് ആള് വിചാരിച്ചു തുടങ്ങി, ഓക്കെ ശരിക്കും നല്ല കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നത്. ആദ്യത്തെ പ്രഗ്നൻസില് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടി. സെക്കൻഡ് പ്രഗ്നൻസില് അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത്യാവശ്യം സപ്പോർട്ട് കുറവായിരുന്നു എനിക്ക്. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം ഞാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, ഡിപ്രഷന്റെ ഒക്കെ സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോവായിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടുത്തെ ഹസ്ബൻഡിന്റെ അമ്മയുടെ കൈ രണ്ടും ഒടിഞ്ഞു. 2 കൈ ഒടിഞ്ഞു. ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ വീട്ടിലിരിക്കാം. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനും 2 കുട്ടികൾ, ഒരാൾക്ക് 2.5 വയസ്സ്, ഒരാൾക്ക് 3 മാസം ആയിട്ടുള്ളൂ. ആ 2 കുട്ടികളും പിന്നെ ഇവരെല്ലാവരും ഉണ്ട്. വീട്ടിലെല്ലാ ജോലിയും ചെയ്യണം, കുട്ടികളെ നോക്കണം, പിന്നെന്താണ് കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കൂടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അത് മനസ്സിലാവും. 2 കുഞ്ഞു കുട്ടികളാണ്, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയില്ല. കാരണം എനിക്ക് ആ സമയം എന്ന് വെച്ചാൽ 2 കുട്ടികളും തമ്മിൽ അധികം ഗ്യാപ്പില്ല, ഡെലിവറിയുടെ പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം എനിക്ക് എന്താ പറയാ, ആവശ്യമില്ലാതെ സങ്കടം വരുന്നു. ആ സമയത്ത് ഒരു സപ്പോർട്ട് ഇല്ല, ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നായാലും സപ്പോർട്ട് ഇല്ല, എന്റെ ഫാമിലിയിലായാലും. ഇപ്പൊ അമ്മ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തായാലും എന്റെ വീട്ടിൽ പോയി നിൽക്കാനും പറ്റില്ല. അങ്ങനെ ഒട്ടും സപ്പോർട്ട് കിട്ടാത്ത ഒരു രീതിയിൽ ശരിക്കും ഞാൻ എന്താ പറയാ, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിനെ ഏറ്റവും രണ്ടാമത്തെ ആള് മോനാണ്. അപ്പൊ അവനെ അച്ഛൻ്റെ കൊടുക്കും, അച്ഛന് കയ്യിൽ കൊടുക്കും. എന്നിട്ടാണ് വീട്ടിലെ ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് വിരിച്ചിടാനായിട്ട് ഹസ്ബൻഡിനെ ഏൽപ്പിക്കും. അതേപോലെ കുക്കിങ്ങിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അച്ഛനും അനിയനും ഹസ്ബൻഡും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. സോ പിന്നെ എനിക്ക് അധികം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല. ആദ്യത്തെ 1 വീക്ക് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആ ഒരു ഡിഫിക്കൽട്ട് തോന്നില്ല, കാരണം നമുക്കൊരു സപ്പോർട്ട് കിട്ടാണ്, വരിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാണ്. ഇത്രയും നാള് ഒരു കാര്യവും ചെയ്യാതെ അമ്മ പൊന്നു പോലെ നോക്കായിരുന്നു വരെ. അമ്മ പറയുന്ന ഡയലോഗ് കണ്ട്, ഇത്രയും നാള് ഞാൻ ഒരു സ്പൂൺ പോലും എന്റെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടോ കഴുകി വെച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ടല്ല അവരിങ്ങനെ കഷ്ടപ്പെടണമെന്ന്. അപ്പൊ അമ്മയുടെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജോലി എടുക്കുന്ന വിഷമമാണ്. എനിക്കാണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് അമ്മയുടെ 2 കൈയിലും, ഒരു കൈയില് പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞപ്പോ മുതൽ അമ്മ ജോലി ചെയ്യാൻ തുടങ്ങി. അമ്മ ജോലി ചെയ്യാൻ തുടങ്ങി വെച്ചാല് ബാക്കി അച്ഛനോടും പറഞ്ഞു, അനിയനോടും പറഞ്ഞു, ജോലി ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് ഓക്കെയാണ്, ഞാൻ സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അമ്മ പഴയ പോലെ ആയി. അപ്പൊ അച്ഛനും അനിയനും അതേപോലെ തന്നെ പഴയ പോലെ ആ രീതിയിൽ തന്നെ ആയി. പക്ഷെ ഹസ്ബൻഡിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. എന്റെ ഹസ്ബൻഡിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. ആള് പിന്നെ എല്ലാ വർക്കുകളിലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ
ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ വർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ചെറിയ സപ്പോർട്ട് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഒരു ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാഷ് ചെയ്യുള്ളൂ. ആളോട് ഞാൻ വിരിച്ചിടാൻ പറയണ്ട, ആള് ആ ക്ലോത്ത് വാഷ് ചെയ്ത് കൊണ്ടൊന്ന് വിരിച്ചിട്ട് ഇട്ടോളൂ. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ഒരുപാട് നമുക്കിങ്ങനെ മടക്കിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ മാഷും എന്റെ ഒപ്പം തന്നെ കൂടും, അതൊക്കെ മടക്കിയൊക്കെ വെക്കും. ഇത് കണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും, ഇളയവർ രണ്ടുപേരും, കുഞ്ഞുങ്ങൾ രണ്ടും ഇപ്പൊ അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. മോള് കുറച്ചും ഒരു 4.5 years ആയിട്ടുണ്ട്. ആളിപ്പോ ഇതേപോലെ തന്നെ ഞാനിപ്പോ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ മടക്കി വെക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് തിരുത്തി തരും. ഇതേപോലെയല്ല മടക്കേണ്ടത്, ഇതേപോലെയാണ് കറക്റ്റ് ആയിട്ട് മടക്കേണ്ടത് എന്ന് പറഞ്ഞുതരും. അതേപോലെ മോനും ഇത് കണ്ടു തന്നെ വളർന്നു വരുന്നത്. അപ്പൊ അവനും ഓരോ കാര്യങ്ങളും സ്വയമേ ചെയ്യുന്നുണ്ട്. അവന് 2.5 വയസ്സായിട്ടാ. നിങ്ങൾ വിചാരിക്കും 4 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ടാസ്കുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കുന്നു എന്ന്. അങ്ങനെയല്ല, അവരെ കൊണ്ട് നിർബന്ധിച്ചല്ല ഞാൻ ചെയ്യിക്കുന്നത്. അവരത് എൻജോയ് ചെയ്താ ചെയ്യുന്നത്. ചിലപ്പോ അവൾ മടക്കി വെക്കുന്നത് ഞാൻ വീണ്ടും എടുത്ത് മടക്കേണ്ട വരും. എന്നാലും അവളത് എൻജോയ് ചെയ്ത് ചെയ്യാണ്. വർക്കും കാര്യങ്ങളും എൻജോയ് ചെയ്ത് ചെയ്യാണല്ലോ. അപ്പൊ നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്തണം. ഇപ്പൊ ഞാൻ പറയും, എന്റെ മോനെ മോളെയൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തിയാലും അവര് രക്ഷപ്പെട്ടു പോരും. കാരണം എന്താണ്, അവരെല്ലാ കാര്യങ്ങളും സ്വയമേ ചെയ്തോളും എന്നിട്ട് ചുമ്മാ തമാശക്ക് പറയുന്നതാ. അപ്പൊ നമ്മൾ മുന്നോട്ട് കണ്ടു വേണം നമ്മള് ഫ്യൂച്ചറിലേക്ക് ഉള്ള രീതിയിൽ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ പാരന്റിങ് അങ്ങനെ ആയിരിക്കണം. നമ്മൾ അവരെ കൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും ഇൻഡിപെൻഡന്റ് ആക്കിയല്ല നമ്മൾ അവരെ വളർത്തേണ്ടത്, ഇൻഡിപെൻഡന്റ് ആക്കി തന്നെ നമ്മൾ അവരെ വളർത്താൻ ശ്രമിക്കണം. പണ്ടത്തെ ജനറേഷൻ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തില്ല. ഡിപ്പെൻഡന്റ് ആയിട്ട് ഏതൊരു ചെറിയ കാര്യം പോലും ആയിരിക്കും അതിന് പോലും നമ്മൾ അവരെ ഡിപ്പെൻഡന്റ് ആക്കിയായിരിക്കും വളർത്തുന്നത്. ആ ഒരു പ്രശ്നം വരില്ല. ഫാമിലി മാരേജ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പിന്നീട് അവർക്കത് ഭാവിയിൽ ഡിഫിക്കൽട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് അറ്റാച്ച്മെന്റ് എന്നുള്ളത്. It does not refers to natural love and affection between the child and the parent. കുട്ടിയും പാരന്റും തമ്മിലുള്ള നാച്ചുറൽ ലവിനെയോ അഫെക്ഷനെയോ അല്ല ഞാൻ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. It refers to the situation where the parents, normally the mother, ആരാണ് മെയിൻ ആയിട്ടുള്ള റീസൺ? അമ്മയാണ്. മേക്സ് ദ ചൈൽഡ് ബിക്കം ഡിപ്പെൻഡ് ഓൺ ദം. എപ്പോഴും അമ്മേനെ ഡിപ്പെൻഡ് ചെയ്ത് അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കണം. അമ്മ പറയുന്ന മാത്രം കേൾക്കാൻ പാടുള്ളൂ. അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ചില അമ്മമാർക്ക് വാശിയുണ്ടാവും. These children are very domestic. ഈ കുട്ടികൾ ഭയങ്കര അനുസരണമുള്ള കുട്ടികളായിരിക്കും. അമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് പോവില്ല. ബിക്കോസ് ദേ കനോട്ട് റെസിസ്റ്റ് ദി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് അഡൾട്ട്. അമ്മ പറയുന്നതിന് നമ്മൾ ഒരു വാക്ക് നോ എന്ന് പറയാനായിട്ട് ഇവർക്ക് ഭയങ്കര ഭയമായിരിക്കും. അവർക്ക് ആ അഡൾട്ടിന്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് അവരുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രശ്നം നമ്മൾ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ മാരേജ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ മാരേജ്ഡ് ആയിട്ടുള്ള കപ്പിൾസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മളവരോട് സംസാരിക്കും ഇപ്പൊ എങ്ങനെയൊക്കെയുണ്ട്, കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയും ഇല്ലേച്ചി ഹസ്ബൻഡ് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അമ്മ പറയുന്നത് മാത്രമാണ് ഹസ്ബൻഡ് കേൾക്കുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ചെറുപ്പം മുതലേ ഈ അമ്മയുടെ ഓവർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ കുട്ടിയിലുണ്ട്. ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും ഈ കുട്ടിയെ വളർത്തിയെടുത്തിരിക്കുന്നത്. സോ പെട്ടെന്ന് ഒരു ദിവസം ചെന്നിട്ട് നമ്മള് ആ ഒരു അമ്മേനോട് അമ്മ ഇനി മോന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് എന്താണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീടാണ് ഈ പ്രശ്നങ്ങളും ചില ഫാമിലീസിൽ ഡിവോഴ്സിന് വരെയും കാരണമാകുന്ന പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. The mother will not allow to independent and overshadow these children. ഈ കുട്ടീനെ ഒരു കാരണവശാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തില്ല. ഏതൊരു കാര്യത്തിലും അമ്മയുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. എല്ലാ കാര്യത്തിലും ഏതൊരു ഡിസിഷൻ മേക്കിംഗിലായാലും അമ്മ ഈ ഓവർഷാഡോ ചെയ്യും. പാരന്റ്സ് substitute their personality for the child individual personality. കുട്ടിയുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരും സമ്മതിക്കില്ല, പാരന്റ്സ് സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ കാണുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല കുട്ടിയുടെ. അത് ശരിക്കും അഡൾട്ട് കുട്ടിയെ ഇമ്പോസ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിരിക്കും. ആ ഡീവിയേഷൻ മാറിക്കഴിയുമ്പോൾ കുട്ടി നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ദ ചൈൽഡ് കോൾസ് ഫോർ അറ്റൻഷൻ. ഏതൊരു കാര്യത്തിലും ഈ കുട്ടി എന്ത് ചെയ്യും?
അറ്റൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യും. ഇന്നത് ചെയ്ത ഫുഡ് ആണെങ്കിൽ ഫുഡ് അവന് കഴിക്കാൻ അറിയില്ല, എനിക്ക് ഇഷ്ടം വരുത്തണം, അങ്ങനെ ചില കാര്യങ്ങൾ ഡിമാൻഡിങ് ആയിരിക്കും, നമ്മളോട് ഡിമാൻഡിങ് ആയിരിക്കും. നമ്മൾ ഡിമാൻഡിങ് ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അവരുടേതായ രീതിയിൽ ഇപ്പൊ പാരന്റ്സ് ചെയ്യുന്ന പോലെ നമ്മളും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് മോണ്ടിസോറി എൻവയോൺമെന്റ് അവർക്ക് ഫുൾ ഫ്രീഡം ഗ്രാന്റ് ചെയ്യണം. ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്തോരം ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം, വർക്ക് ചെയ്യാനുള്ള എൻ്റയർ ഫ്രീഡം കൊടുക്കണം. പിന്നെ മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൊടുക്കണം. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രെയിം. ഞാൻ ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? നമ്മൾ ചെയ്തിട്ടില്ലേ ഫ്രെയിം? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ബട്ടറിങ് ഫ്രെയിം, ഷൂ ലേസ്, സിബ് ചെയ്തിട്ടുണ്ട് മിസ്സേ. ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിലാണ്. അപ്പൊ ചില കുട്ടികൾക്ക് സ്വയമേ ബട്ടൺസ് ഇടാൻ അറിയില്ല, ചെറിയ കുട്ടികളുടെ കാര്യമുണ്ട്, സിബ് ഇടാൻ അറിയില്ല, ഷൂ ലേസ് കെട്ടാൻ അറിയില്ല. അപ്പൊ നമ്മൾ ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അവരത് ഓട്ടോമാറ്റിക്കലി മോണ്ടിസോറി എൻവയോൺമെന്റ് വരുമ്പോൾ അത് ചെയ്യുകയാണ്, അവർ സ്വയമേ ചെയ്യാണ്. പിന്നെ അവർ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും അവർ റിയൽ വേൾഡ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. സോ നമ്മളോട് അവർ പറയും, അമ്മനോട് പറയും, അമ്മ നോ ഞാൻ ചെയ്തോളാം, കാരണം ഞാൻ പഠിച്ചു, ബട്ടൺസ് ഇടാൻ ഞാൻ പഠിച്ചു, ലൈക് ഷൂ ലേസ് കെട്ടാൻ ഞാൻ പഠിച്ചു, ഞാൻ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് അവർ പറയും. എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളോട് ഡിമാൻഡ് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്താ, നമ്മളവിടെ അവർ പറയും സെർവ് ചെയ്ത് തരാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫുൾ ഫ്രീഡം കൊടുക്കണം, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കണം. കാരണം അവർക്ക് റിയൽ ലൈഫിൽ ആ ഫ്രീഡം കിട്ടുന്നില്ല. എന്തൊരു കാര്യം ചെയ്യരുത് എന്നായിരിക്കും പാരന്റ്സ് പറയുന്നത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ നടക്കരുത്, സംസാരിക്കരുത്, അങ്ങനെ പറയും. അപ്പൊ ആ ഒരു ഫ്രീഡം നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചൈൽഡ്. കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മള് ഗീവ് ദ ചിൽഡ്രൻ ഓൾ ഫ്രീഡം ദേ റിക്വയർ. അവർക്ക് വേണ്ട ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻ. അവർക്ക് മെയിൻലി നമ്മൾ കൊടുക്കേണ്ടത് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അറ്റാച്ച്മെന്റ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ കുട്ടികളെ അറ്റാച്ച്ഡ് ആയിട്ടാണ്, ഓവർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വളർത്തണമെങ്കിൽ നമുക്കൊരു അവസരമാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അവർ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം എല്ലാ കാര്യത്തിലും. ഇന്നത്തെ പാരന്റിങ് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മളുടെയൊക്കെ പാരന്റ്സ് ആ ഒരു ജനറേഷനിലായിരുന്നു കുട്ടികൾ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ട് വളർത്തിയിരുന്നത്, അല്ലേ? വയ്യാടാ, കോൾഡ് ഉണ്ടല്ലേ? ആടാ. ഓക്കെ, അപ്പൊ നമ്മളിനി നോക്കുന്നത് പൊസസീവ്നെസ് ആണ് കേട്ടോ. ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ട് വാശിക്കാരായിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും ചെറിയ കുട്ടികൾക്ക്. അവരെന്തെങ്കിലും ടോയ്സോ ഒബ്ജക്ട്സോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും.
ഭയങ്കര വാശിയായിരിക്കും. പക്ഷെ അത് നേടിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് അത് വേണ്ട, അത് അവർ ഉപേക്ഷിക്കും. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ ചെറുപ്പത്തിലുള്ള വാശി കുട്ടികളല്ലേ, അവര് വാശി പിടിക്കും. ആ ഒരു രീതിയിൽ നമ്മൾ അവരങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വണ്ടിത്തെ ത്തിലുള്ള വാശികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരത് അഡൾട്ട് ആയിട്ട് വരുമ്പോഴും ഇതേ വാശി അവർക്ക് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഏതെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടാതെ വരുമ്പോൾ അത് ഏത് രീതിയിലും അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയും അത് നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ വരും. അപ്പൊ അതൊരു പൊസസീവ്നെസിന്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി അല്ലെ, ഭയങ്കര ഡിമാൻഡിങ്, ഭയങ്കര വാശിയായിരിക്കും അവർക്ക്. ടു ഗെറ്റ് എനി വേ ടു അച്ചീവ് ദർ ഡിസേർവ്, അവരുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് വഴിയിലൂടെ സഞ്ചരിക്കും. ശരിക്കും പറഞ്ഞ ഈ പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ശരിക്കും ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? പാരന്റ്സിനെയാണ്. നമ്മളിപ്പോ പറയും കുട്ടി ഇങ്ങനെ വളരണം, കുട്ടി നല്ല അച്ചടക്കത്തോട് വളരണം, കുട്ടി ഇങ്ങനെ എല്ലാവരും ബഹുമാനിക്കണം. നമ്മളപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെങ്ങനെയാണ്, നമ്മളെയാണ് അവർ കോപ്പി ചെയ്യുന്നത്. എൻറ്റയർലി അഡൾട്ടിനെ കോപ്പി ചെയ്തുകൊണ്ട്, അവർ പാരന്റ്സിനെ കോപ്പി ചെയ്തിട്ടാണ് കുട്ടികൾ. അപ്പൊ അവൻ എങ്ങനെയാകണം എന്നുള്ളത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവനും എക്സാമ്പിൾസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ അവൾക്കോ അവനോ നമ്മൾ കുട്ടികൾക്ക് എക്സാമ്പിൾസ് ആവണം. ആര്? നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര വാശിക്കാരാണ്, നമ്മൾ ഭയങ്കര അഗ്രസീവ്, ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അൺറീസണബിളി നമ്മൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുട്ടിയിലും ഇതേ ക്യാരക്ടർ, ഇതേ പേഴ്സണാലിറ്റി അവൻ എൻവയോൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റുപാടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതിന്റെ ചുറ്റുപാടും അത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവൻ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്റെ മിക്കവാറും അവന്റെ പാരന്റ്സ് എങ്ങനെയാണോ അത് കോപ്പി ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. ഒരു ആൺകുട്ടിനെ സംബന്ധിച്ച് അവന്റെ റോൾ മോഡൽ എപ്പോഴും അവന്റെ അച്ഛനായിരിക്കും. അവന്റെ അച്ഛന്റെ സ്വഭാവവും അല്ലെങ്കിൽ അച്ഛന്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും അവൻ എന്ത് ചെയ്യും, അത് ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. സോ ഈ കുട്ടികളിൽ ഭയങ്കര ഡിമാൻഡിങ് നേച്ചർ ആയിരിക്കും. പൊസസീവ്നെസ് ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. ഈ പൊസസീവ് ചൈൽഡ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് വാശി പിടിക്കണമെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പറയും. ചെറിയ ചെറിയ വാശിയില്ലേ, അതൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിനു വേണ്ടി അവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് അതൊരു പ്രശ്നമാവും. അവർ മുതിർന്നു കഴിഞ്ഞാലും അവരിലുള്ള ഈ വാശി മാറി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ ടി വിയിലോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ലവ് അഫെയറിന് വേണ്ടിയിട്ടൊക്കെ അങ്ങേറ്റം വരെ പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ആസിഡ് അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്തു, ആ കുട്ടി റിജക്ട് ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ അവള് വേറെ ഒരാൾക്കും എന്താ പറയാ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ അവളുടെ ആ ഭംഗി നശിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആസിഡ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജനറേഷൻ, സൈക്കോ ചിൽഡ്രൻസ് അല്ലെ. അവരൊക്കെ മൈൻഡ് ശരിക്കും സൈക്കോ ചൈൽഡ് പോലെ തന്നെയാണ്. അവർക്കൊക്കെ മാനസികമായിട്ട് പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഡീവിയേഷൻ ആണ്. ചെറുപ്പം മുതലേ അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ് അവർ വലുതായി കഴിയുമ്പോഴും മാറുന്നത്. അപ്പോ ഇതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ്. അപ്പൊ പൊസസീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പൊ കുട്ടികൾ പറയുന്ന എല്ലാ വാശിയും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണ്ട, നേടിക്കൊടുക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ നോക്കാം അത് അവരുടെ റിയൽ ചോയ്സ് ആണോ. നമ്മളിപ്പോ ടോയ്സ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിക്കില്ലേ? പിടിക്കാറില്ല? പിടിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വാശി പിടിക്കുമ്പോ എന്ത് ചെയ്യണം, അത് അവരുടെ റിയൽ ചോയ്സ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ. ഇപ്പം എന്റെ മോള് ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ വരും അല്ലെ. കഴിഞ്ഞ കൊല്ലമുണ്ട്, ലാസ്റ്റ് ഇയറില് ഇതേപോലെ ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയതാണ്. അപ്പോ എല്ലാ കുട്ടികളുടെ കയ്യിലും ഹൈഡ്രജൻ ബലൂൺ ഉണ്ട്. നല്ല രസമാണല്ലേ ഹൈഡ്രജൻ ബലൂൺ കാണാനായിട്ട്. എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ചു അവളത് ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണോന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ്. പക്ഷെ അവള് ചോദിച്ചില്ല, എന്റെ അടുത്ത് അവൾ ചോദിച്ചില്ല. അന്ന് അവൾക്ക് 3.5 years ഉള്ളൂ. പക്ഷെ അവളന്ന് നഴ്സറിയിൽ ആൽഫബറ്റ്സ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ഇങ്ങനെ ടോയ്സിന്റെ ഒക്കെ അടുത്തേക്ക് കൂടി ഇങ്ങനെ കളിപ്പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ വെക്കില്ല, അവന്റെ അടുത്തേക്ക് കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോ അവള് ചുമ്മാന്റെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തു. ഇപ്പൊ എന്തോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, വല്ല കളിപ്പാട്ടം ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിചാരിച്ച് എന്നെ വിളിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു എനിക്ക് അത് വേണം എന്ന് പറഞ്ഞു. ഞാൻ നോ എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് നോക്കി എന്താണ് അവള് ചൂണ്ടിക്കാണിച്ചതെന്ന് ഞാൻ നോക്കി. നന്നായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോ പറയാനാ പോയത്, വാങ്ങിച്ചു തരിക എന്ന് പറയാനാ പോയത്. പക്ഷെ അവളെന്റെ കൈ ഇങ്ങനെ ഇടിക്കുള്ളൂ, കുഞ്ഞിന്റെ അതിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കാണിച്ചുന്ന സാധനം ആൽഫബറ്റ്സിന്റെ ബ്ലോക്സ് ഇല്ലേടാ. ഈ ബ്ലോക്സുകൾ ഇപ്പൊ കുറെ അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സിന്റെയും ബ്ലോക്ക് കണ്ടിട്ടുണ്ടോ? അതിപ്പോ വീണാലൊന്നും പ്രശ്നമില്ല തോന്നുന്നുണ്ട്. ആ ബ്ലോക്കാണ് കാണിച്ചിരുന്നത്. ബ്ലോക്ക് കാണിച്ചിരുന്നപ്പോ ഞാൻ ഓക്കെ, അവള് റിയൽ ആയിട്ട് അത് സെലക്ട് ചെയ്തു. അവൾക്കത് വേണം എന്നുള്ളത് അവളുടെ റിയൽ ചോയ്സ് ആണ്. സോ ഞാനത് വാങ്ങിച്ചു കേട്ടോ. ബാക്കി കളിപ്പാട്ടത്തിനൊക്കെ അവിടെ 100 രൂപ പൈസ. പക്ഷെ ഈ സംഭവത്തിന് 200 രൂപ. അത്യാവശ്യം വലുതാണ്, അത്യാവശ്യം വലിയ സൈസാണ്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ പോലെ തന്നെയാണ്. ട്രേസ് ഒക്കെ ചെയ്യാൻ പറ്റിയിരിക്കും, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. അത് സെലക്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിന്റെ ഒക്കെ പോലെ തന്നെയാണല്ലോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനത് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അത്യാവശ്യം വലുതാണ്. നമ്മളിപ്പോ സാധാരണ ഇത് ഇപ്പൊ ചെറുതും ഇറങ്ങുന്നുണ്ട്, അന്ന് അത്യാവശ്യം വലുതാണ് ഇറങ്ങിയിരുന്നത്. അപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി അവള് വാശി പിടിച്ചില്ല, അതൊന്ന് ചോദിക്കുകയാണല്ലോ ചെയ്തത്. അവള് വാശി പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. പക്ഷെ അവള് പറഞ്ഞു അത് വേണോട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് വിഷമം തോന്നി. കാരണം സാധാരണ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല, പിശുക്കിന്നാ പറയുന്നത്. വീട്ടുകാരെന്നെ പറയണ അങ്ങനെ, കടയിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരും. അപ്പൊ റിയൽ ആയിട്ടൊരു കാര്യം അവള് സെലക്ട് ചെയ്തത് ഇന്ന് എന്റെ ഓർമ്മയിലുണ്ട്. കാരണം അവളത് സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം അവള് ക്ലാസ്സിൽ ആൽഫബറ്റ്സ് പഠിപ്പിച്ചു തുടങ്ങി, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഐഡന്റിഫൈ ചെയ്തു ഇത് ആൽഫബറ്റ്സ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തത് കറക്റ്റ് ആയിട്ട്. അത് എന്ത് ചെയ്തു, പിക്ക് ചെയ്തു, വാങ്ങിച്ചു. അത് അവള് അറേഞ്ച് ചെയ്ത് ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് കോമഡി. കാരണം സാധാരണ ഞാൻ അല്ലെങ്കിൽ ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാല് 1 മാസം അതിനുള്ളിൽ നശിപ്പിക്കും. ഇത് ഞാൻ ഏതൊക്കെ ടൈപ്പ് ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും അത് അവർ നശിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ സാൻഡ് പേപ്പർ ഈ ആൽഫബറ്റ്സ് അവൾ കളഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവളുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഒരു 3 ഇയേഴ്സിന്റെ സമയത്ത് ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമ്മുടെ മോണ്ടിസോറിലുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡാണ്. അതും അവൾ സ്വയം അവളൊരു എന്താ പറയാ ഭയങ്കരമായിട്ട് എഴുതി നോക്കും. അത് കറക്റ്റ് ആയിട്ട് ആ കവറിലെടുത്ത് മുകളിൽ ടേബിളിൽ വെക്കും. അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് റിയൽ ചോയ്സ് ആണോ, കറക്റ്റ് ആയിട്ടാണോ അവരത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. എന്തോ ആവട്ടെ റിയൽ ആയിട്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്കത് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഹൈഡ്രജൻ സാധാരണ ചില ടോയ്സ് ഒന്നിനും വേണ്ടാത്ത ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് ഇല്ലാത്തതാണ്. ചില ടോയ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ നമ്മളുടെ പിങ്ക് ടവർ പോലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, റിങ് പോലത്തെ ലാസ്റ്റ് ഒരു ഡക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? അതെനിക്ക് ഇഷ്ടമാണ്. കാരണം അത് എന്താണ് അറേഞ്ച് ചെയ്യുമ്പോ നമ്മൾ ആ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ കുട്ടികൾ പഠിക്കും. കളർ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, റെഡ് ഗ്രീൻ യെല്ലോ കളർ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു ബോള് വരുന്നത്, ബോൾ ഇങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും, താഴത്തെ കൂടി റിങ് പോലെ ഇങ്ങനെ കറങ്ങി വരും. അങ്ങനെ ഒരു ടോയ് ഉണ്ട്. അത് ഇടയ്ക്ക് ഞാൻ കണ്ടതാ. ടോയ്സ് ഒക്കെ കാണുമ്പോൾ നോക്കാറുണ്ട്, നല്ലതാണെങ്കിൽ മാത്രം വാങ്ങിച്ചോളൂ ഇങ്ങനെയുള്ള ടോയ്സുകൾ. അപ്പൊ നമ്മളിപ്പോ കുട്ടികൾ വാശി പിടിക്കുമ്പോ അത് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് റിയൽ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ടാണോ അത് അവര് വേണമെന്ന് വാശി പിടിക്കുന്നതെന്ന് നമ്മൾ നോക്കണം, നല്ലതായിരിക്കും. അത് നോക്കാം. പൊസസീവ്നെസ്. ഈ സ്ട്രോങ് ചൈൽഡ് ഈസ് വെരി ഡിമാൻഡിങ്. പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾ വായിച്ചത് നല്ലതായിരിക്കും. വായിക്കാം മാം, കോൾഡ് കാരണം. Possessiveness. A strong child is very demanding. The child demands all the object, toy, but when he gets them, he discards them. This is one of the lack of stimuli or love. When the child becomes an adult, he is probably materialistic. The teacher must be loving and caring. She must provide
warmth and radiate her love to all the children. The teacher must direct the child's energy towards the materials in the classroom. When the child starts working with the materials, his concentration enchants, and gradually this builds the child's self-confidence, and in time this deviation will disappear. The Okay. child Okay. imitates the adult. If the adult is a very uh, authoritative person in the child's life, the child wants to be powerful too. The child will evolve, evolve a strong personality and would most probably be copying the personality of the adult and might be stubborn, aggressive, unreasonable, and possibly rude. The weak child would make the adult feel guilty and manipulates the adult with their sulking, signing, and words of I am only little, don't make me do it. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികൾ വാശിയൊക്കെ പിടിച്ചൊരു കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർക്ക് ആ ടോയിനോടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോടോ ഇഷ്ടമുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് അവർ ഉപേക്ഷിക്കും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് റിയൽ ആയിട്ട് ആ ഒരു വസ്തുവിനോട് ഇഷ്ടമില്ല. റിയൽ ചോയ്സ് അല്ല കുട്ടികൾ ചെയ്തത്, അവർക്ക് വേണ്ട കാര്യമായിരുന്നില്ല. ചൈൽഡ് ബിക്കം അഡൾട്ട്. ഇപ്പൊ ഒരു ഈ കുട്ടി മുതിർന്നു കഴിഞ്ഞാലും അവൻ പ്രോബബ്ലി ഇങ്ങനെ തന്നെ ആയിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങൾ അത് നേടിയെടുക്കുന്ന വരെയും അവന് ആ ഒരു കാര്യത്തോട് വളരെ ഇഷ്ടമായിരിക്കും. നേടിയെടുത്തു കഴിഞ്ഞാൽ അതിന് ഉപേക്ഷിക്കും. നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോ എന്താണ് കെയറും ഇഷ്ടവും സ്നേഹവും ഒന്നും കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികളിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പൊ നമ്മൾ ടീച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോട് നല്ല സ്നേഹത്തോടു കൂടി നല്ല കെയറിങ്ങോട് കൂടി വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ. ഷീ മസ്റ്റ് പ്രൊവൈഡ് വാം ആൻഡ് റാഡിക്കേറ്റ് ഹർ ലവ് ടു ഓൾ ചിൽഡ്രൻ. നമ്മൾ എല്ലാ കുട്ടികളെയും ഒരേപോലെ നല്ല സ്നേഹത്തോടു കൂടി കെയർ ചെയ്യണം. നമുക്ക് ഈ കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയാ എനർജി ആയിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് വാശിയൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ എന്താ പറയാ ഭയങ്കര എനർജി ആയിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എനർജി കൺവേർട്ടഡ് ഇൻറ്റു എന്താണ് നമ്മൾ മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. വർക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. അവർ വർക്കും കാര്യങ്ങളും മെറ്റീരിയൽസും കാര്യങ്ങളും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണല്ലേ നമ്മുടെ മെറ്റീരിയൽസ്. അപ്പൊ ആ മെറ്റീരിയൽസ് കാര്യങ്ങളിലേക്കും അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കണം. പതിയെ പതിയെ അവർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിൽ കോൺസെൻട്രേഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഐ ഹാൻഡ് കോർഡിനേഷൻ കാണാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ്, സ്വയം ഒരു കാര്യം ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കോൺഫിഡൻസ് വരുന്നത് കാണാം. പതിയെ പതിയെ ഈ പൊസസീവ്നെസ്, വാശി, ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഈ ഒരു ഡീവിയേഷൻ പതിയെ ആ കുട്ടികളിൽ നിന്ന് ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാല് കുട്ടി ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അഡൾട്ടിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മുതിർന്നവരാണ്, നമ്മളാണ്, അഡൾട്ട് ആണ്. സോ നമ്മളെ പോലെ ആകണം എന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് കുട്ടീനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിൽ തന്നെ ആ മാറ്റങ്ങൾ നമ്മുടെ ലൈഫില് മാറ്റങ്ങൾ കൊണ്ടുവരാം. അതിലൂടെ അവരും മാറിക്കോളും. അവരും നമ്മളെ കോപ്പി ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തെല്ലാം നല്ല ക്വാളിറ്റീസ് അവരിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആ ക്വാളിറ്റീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ആരെയാണ്? അഡൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ്. കുട്ടി ഇപ്പോ പാരന്റ്സ് ഭയങ്കര സ്റ്റബേൺ ആണ്, വാശിക്കാരാണ്, ഭയങ്കരമായിട്ട് അഗ്രസീവ് ആണ്, അതേപോലെ തന്നെ അൺറീസണബിളി ആൻഡ് പോസിബിളി റൂഡൊക്കെ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഈ കുട്ടിയും എങ്ങനെയായിരിക്കും? ഇതേ ക്യാരക്ടറിലൂടെ ഒക്കെ തന്നെയായിരിക്കും വളർന്നു വരുന്നത്. ചിലപ്പോൾ വാശി സ്റ്റബേൺ ആയിരിക്കും, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഫാമിലിയിലും അവൻ എന്താണോ ഫാമിലിയിൽ നേരിടുന്നത് അത് തന്നെയായിരിക്കും റിയൽ വേൾഡിൽ അവൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അവൻ പ്രകടിപ്പിക്കുന്നത്. ഇനി ഈ പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് വെച്ചാല് അഡൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും അവര്. അപ്പൊ നമ്മളെന്തെങ്കിലും ടാസ്കോ കാര്യങ്ങളോ അവരോട് ചെയ്യാൻ പറയുമ്പോ അയ്യോ ഞാൻ ചെറുതല്ലേ, ഞാൻ എങ്ങനെ ചെയ്യാന്, കൈ വീണെടുക്കും, അതാണ് ഇതാന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ അവര് ഓൺലി ലിറ്റിൽ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് കള്ളോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാവും കേട്ടോ.
ഓക്കെ, അപ്പോ ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇയർ കാണാട്ടെ എല്ലാവരെയും. Happy New Year, ma'am. ഹാപ്പി ന്യൂ ഇയർ. Happy New Year, ma'am. ഹാപ്പി ന്യൂ ഇയർ ഓൾ. താങ്ക് യു കേട്ടോ. Thank you, Thank you, ma'am.